നിങ്ങൾ ആയിരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ 10-20 പേര് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഗ്രോസ് മാർജിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. വാട്ട് ഈസ് യുവർ അൺഫെയർ അഡ്വാൻറ്റേജ്? ഓർഗാനിക്കലി ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറും കൂടിയാണ് ഇപ്പൊ NRR. ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നാളെ മറ്റാരെങ്കിലും സോൾവ് ചെയ്ത് കഴിഞ്ഞു അത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യം. അങ്ങനെ ഒബ്സഷൻ ഉള്ള ഈ ഗ്രൂപ്പിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. കമ്പനി എങ്ങനെ വ്യത്യസ്തമാവുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കാളും എന്ത് അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ കമ്പനിക്കുള്ളത്, നമ്മുടെ ടീമിനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഈ ബ്ലെൻഡഡ് കേക്ക് മാത്രം പറഞ്ഞ് നിർത്തുമ്പം ശരിക്ക് ഇൻവെസ്റ്റർക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് എഞ്ചിനെ കുറിച്ച് ആനുവൽ റിക്കറിംഗ് റവന്യൂ, മന്ത്ലി റിക്കറിംഗ് റവന്യൂ ആണെന്നുള്ളത്. എന്നാൽ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു റവന്യൂ മെട്രിക്സ് ആണ് ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രാറ്റജി ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് അല്ലെങ്കിൽ ഒരു ട്രാപ്പാണ് ആക്ച്വലി ഈ ഒരു ചോദ്യം. നിങ്ങൾ എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ്, നിങ്ങളുടെ കോമ്പീറ്റൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സോ ബേസിക്കലി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ അൺഫെയർ അഡ്വാൻറ്റേജ്. മോസ്റ്റ് ഫൗണ്ടേഴ്സ് വാക്ക് ഇൻ ടു ഇൻവെസ്റ്റർ മീറ്റിംഗ്സ് തിങ്കിങ് ദേ ആർ റെഡി. പിച്ച് ഡെക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അത് റിഹേഴ്സ് ചെയ്തിട്ടുണ്ടാവും, നമ്പേഴ്സ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എ സിംഗിൾ ക്വസ്റ്റ്യൻ അതായിരിക്കും ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിനെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനെ ചാലഞ്ചിങ് ആക്കുന്ന ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ദ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായിരിക്കും ഒരു പക്ഷേ ആ ഫൗണ്ടറെ ക്രാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ, ഒരു ബിസിനസ് മോഡലിനൊക്കെ ക്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പിച്ചിനെ തന്നെ ക്രാക്ക് ചെയ്യുന്ന ആ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ. അതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻവെസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡയറക്റ്റ്ലി അതിൻ്റെ ആൻസർ കിട്ടാനും വേണ്ടിയിട്ടായിരിക്കില്ല, പക്ഷേ അവർ ആ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ടാവും. സോ അത്തരത്തിൽ ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും നമ്മുടെ പിച്ചിലെ ഡിസൈഡിങ് ഫാക്ടർ. സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സ്റ്റാർട്ടപ്പ് പിച്ച് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഇഫ് യു ആർ ട്രൈങ് ടു റേസ് ഫണ്ട്സ്, ഡു വാച്ച് ദിസ് വീഡിയോ കംപ്ലീറ്റ്ലി. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. വാട്ട് ഈസ് യുവർ അൺഫെയർ അഡ്വാൻറ്റേജ്? ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ഡയറക്റ്റ്ലി ഇതുപോലെ തന്നെ ചോദിക്കണം എന്നില്ല. മേ ബി നിങ്ങളുടെ മോട്ടായിട്ടോ നിങ്ങളുടെ ഡിഫറൻഷിയേഷൻ ആയിട്ടൊക്കെ ചോദിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമ്മുടെ അൺഫെയർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി എങ്ങനെ വ്യത്യസ്തമാവുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കാളും എന്ത് അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ കമ്പനിക്കുള്ളത്, നമ്മുടെ ടീമിനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ ഒരിക്കലും വളരെ സിമ്പിളായി പോകരുത്. അതായത് ഞങ്ങളുടെ കോ ഫൗണ്ടേഴ്സിന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കോഡ് ഞങ്ങൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിൽ ഓൾറെഡി ഇത്ര കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല. എപ്പോഴും അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് അവർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ട് എന്ന് ചോദിക്കുമ്പം കൺസിഡർ ആസ് ലൈക്ക് ഇപ്പം നിങ്ങളൊരു കമ്പനി ഉണ്ട്, നിങ്ങളുടെ അതേപോലത്തെ ഒരു കമ്പനി അതേ പ്രൊഡക്റ്റ് അതേ മാർക്കറ്റിൽ നിങ്ങളെക്കാളും 2x റവന്യൂവിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2x ക്യാപിറ്റലോട് കൂടി വന്നു കഴിഞ്ഞാൽ അവരെക്കാളും എന്ത് അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങളുടെ കമ്പനിക്കുള്ളത്? ഇതാണ് ആക്ച്വലി ഒരു ഇൻവെസ്റ്റർ നോക്കുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ്, നിങ്ങളുടെ കോമ്പീറ്റൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് ഇത്തരം ക്രൈസിസ് പീരീഡിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു എലമെന്റ് എന്താണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു അൺഫെയർ അഡ്വാൻറ്റേജിലൂടെ നിങ്ങൾ ഈ ഇൻവെസ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തുമാവും. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളുടെ ഒരു കോഫൗണ്ടർ നിങ്ങളൊരു 10 years അല്ലെങ്കിൽ 15 years ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്സ്, ആ റിലേഷൻഷിപ്സ് ഈ ബിസിനസ് മോഡലിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ ലെറ്റ്സ് സേ യു ഹാവ് എ കമ്മ്യൂണിറ്റി, ലെറ്റ്സ് സേ യു ഹാവ് എ കമ്മ്യൂണിറ്റി ഓഫ് 1000 people. ആ 1000 people ഈ കമ്മ്യൂണിറ്റിയിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ്, അവരുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് റെലവെന്റ് ആണെങ്കിൽ അതൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ നിങ്ങൾക്കൊരു പാറ്റന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. സോ ബേസിക്കലി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ അൺഫെയർ അഡ്വാൻറ്റേജ്. അതായത് നിങ്ങൾ ഈ രീതിയിൽ വേണം അത് ചിന്തിക്കാൻ. മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിഗ് കമ്പനി വലിയ ക്യാപിറ്റലോട് കൂടി ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവരെക്കാളും എന്ത് അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്കുള്ളത്. ആ അൺഫെയർ അഡ്വാൻറ്റേജിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് വേണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റർ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടാനും വേണ്ടിയിട്ടും അത് സഹായിക്കും.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ ഇൻവെസ്റ്റർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ അഫക്റ്റഡ് ആവുന്ന പീപ്പിൾ ആരായിരിക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെയുള്ള രീതിയിൽ ചില ഇൻവെസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഇത്തരം ചോദ്യങ്ങളിലൂടെ അവർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണ്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ചോദ്യവും ഇത് തന്നെയാണ്. ഹു വുഡ് ജെന്യുവൻലി മിസ് യുവർ പ്രൊഡക്റ്റ്? അപ്പോൾ ഇതിന് ആൻസർ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വെയ്ഗായിട്ട് ആൻസർ പറയരുത്. ഇറ്റ് ഈസ് പീപ്പിൾ ഇൻ ദിസ് ഏജ് കാറ്റഗറി, അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ഡെമോഗ്രാഫിക്സിലുള്ള ആളാണ്, അല്ലെങ്കിൽ ദർ ആർ ലൈക്ക് 10,000 യൂസേഴ്സ് ഹു ഈസ് ആക്ച്വലി സോ ബുള്ളിഷ് അബൌട്ട് ദിസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഭംഗി വാക്കുകൾ കേൾക്കാനല്ല ഒരിക്കലും ഇൻവെസ്റ്റർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വൈ കോമ്പിനേറ്ററിന്റെ ഫൗണ്ടർ പോൾ ഗ്രഹാം പറഞ്ഞതുപോലെ, നിങ്ങൾ ആയിരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ 10-20 പേര് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതാണ്. ആ ഒബ്സഷൻ, ആ ഡീപ്പ് ലവ് ടുവാർഡ്സ് ദി പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് സെർച്ച് ചെയ്യുന്നത്. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് ഫിറ്റ് എന്ന് പറയുന്നതും. അതായത് ഇപ്പം നിങ്ങൾക്കൊരു 1000 യൂസേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവർ നിങ്ങളിൽ ഹാപ്പിയാണ്, ഇവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു പൊട്ടൻഷ്യൽ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ മറ്റൊരു പ്ലെയർ വന്നിട്ട് മേ ബി ഒരു 10-20% കോസ്റ്റ് ബിലോ ആയിട്ട്, അല്ലെങ്കിൽ 10-20% കോസ്റ്റ് കുറച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ 1000 യൂസേഴ്സ് ഒറ്റയടിക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് മാറാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ അത്തരത്തിലുള്ള ഈ ഒരു ട്രാൻസിഷൻ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനോട് ചിലർക്കെങ്കിലും ആ ഡീപ്പ് ഒബ്സഷൻ അല്ലെങ്കിൽ ആ ഡീപ്പ് ലവ് വേണം, അല്ലെങ്കിൽ ആ ഒരു കൂറ് വേണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഈ ചോദ്യത്തിലൂടെ ശരിക്കും ഇൻവെസ്റ്റേഴ്സ് ട്രൈ ചെയ്യുന്നത്, അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. So a strong answer would look like we have 200 users, out of which 40 people have personally communicated to me. 40 പേര് ഓൾറെഡി എൻ്റെ അടുത്ത് വന്നു, അവരിങ്ങനെ പറഞ്ഞു. അതിൽ 3 പേര് ഓൾറെഡി അവരുടെ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ഒഴിവാക്കിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ റെഡിയാണ്, അവർ ഓൾറെഡി മെയിലിൽ ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ ഇതിന് ആൻസർ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനോട് ഒബ്സസ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീപ്ലി അനലൈസ് ചെയ്ത് അത് ക്രേവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, ഓക്കെ ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഈസ് ഒബ്സസ്ഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അങ്ങനെ ഒബ്സഷൻ ഉള്ള ഈ ഗ്രൂപ്പിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഇൻവെസ്റ്റേഴ്സ് അനലൈസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ ചോദ്യം ആക്ച്വലി 2 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഇതൊരു അടിപൊളി ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ മുന്നേ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രൈ ചെയ്തവർ എന്തുകൊണ്ട് ഫെയിലായി. ഇനി അതും അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഇതൊരു അടിപൊളി ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ആളുകൾക്ക് റിപ്ലിക്കേറ്റ് ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ആൻസേഴ്സ് കിട്ടാനും വേണ്ടിയിട്ടല്ല, അതിലുപരി ഈ ഫൗണ്ടേഴ്സ് എത്രത്തോളം റിസർച്ച് ചെയ്തിട്ടുണ്ട്, അവരിപ്പോൾ നിലനിൽക്കുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ അവരിപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് അവർക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ എടുക്കാം നമുക്ക്. ഫസ്റ്റ് പാർട്ടിൽ അവർ ചോദിക്കുകയാണ്, മുന്നേ ഇത് ആരൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ ഇതിൽ ഫെയിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നേ ഇത് ആരൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് ആൻസർ കൊടുക്കേണ്ടത് ലെറ്റ്സ് ഇങ്ങനെ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അതായത് എ എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ 2 കമ്പനികൾ ഉണ്ടായിരുന്നു. അതിൽ എ എന്ന് പറഞ്ഞ കമ്പനി XYZ റീസൺസിനെ കൊണ്ടാണ് അവർ ഫെയിൽ ആയത്. സോ ദിസ് വാസ് ഇൻ 2015. പിന്നെ 2017-18 കാലഘട്ടത്തിൽ ബി എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു. പക്ഷെ ബി എന്ന് പറഞ്ഞ കമ്പനിയുടെ ടൈമിംഗ് മോശമായിരുന്നു. അത് ഇന്ന കാരണം കൊണ്ടാണ് ടൈമിംഗ് മോശമായത്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു അസ്, അല്ലെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു സി എന്ന കമ്പനിയിലേക്ക് വരുമ്പം ലെറ്റ്സ് അതിന് റീസൺസ് പറയണം. ഇപ്പം നമ്മൾ പറയുന്നത് DEF എന്ന് പറയുന്ന റീസൺസ് കാരണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്ന GH എന്ന് പറയുന്ന മാറ്റങ്ങൾ കാരണം ഞങ്ങളുടെ ടൈമിംഗ് പെർഫെക്റ്റ് ആണ്, അതുകൊണ്ടാണ് മുന്നേ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള A, B ഫെയിൽ ആയതും C എന്ന് പറയുന്ന ഞങ്ങൾ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടാനുള്ള റീസൺ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ക്രിസ്പായിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ബിൽഡ് ചെയ്യുന്നത്, ഇത് മുന്നേ ആരൊക്കെ എന്തൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്, ആ മിസ്റ്റേക്സ് നിങ്ങളുടെ കമ്പനിയിൽ വരാൻ സാധ്യതയില്ല എന്ന് പറയുന്ന കോൺഫിഡൻസ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. ഇനി ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ പാർട്ട്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നാളെ മറ്റാരെങ്കിലും സോൾവ് ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് പുതിയതാരെങ്കിലും വന്നാൽ, ഇത് പല രീതിയിൽ സംഭവിക്കാം. ഇപ്പം ലെറ്റ്സ് സേ ഇന്റർവെൽ എന്ന് പറഞ്ഞ കേസ് എടുക്കാം. ഇന്റർവെല്ലിൽ ടീച്ചേഴ്സ് ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ സ്വയം ഇന്റർവെല്ലിനെ
ഒരു റെപ്ലിക്ക ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർവെല്ലിൽ ഒരു എംപ്ലോയി വന്നിട്ട് മറ്റൊരു ഇന്റർവെൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങളുടെ അൺഫെയർ അഡ്വാൻറ്റേജിനെ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതായത് എത്ര കമ്പനികൾ വന്നു കഴിഞ്ഞാലും എൻ്റെ ഈ കമ്പനിക്ക് ABC എന്ന് പറയുന്ന അൺഫെയർ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ആ അൺഫെയർ അഡ്വാൻറ്റേജസിനെ വീണ്ടും സ്ട്രെസ് ഔട്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇതിന് ഉത്തരം പറയാൻ. അതുപോലെ ഈ ചോദ്യത്തിന് മറ്റൊരു വേർഷനാണ് ഒരു ബിഗ് പ്ലെയർ വന്നാലോ എന്നുള്ളത്. ഇത് എൻ്റെ അടുത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഇന്റർവെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിച്ച് ചെയ്ത സമയത്തൊക്കെ അവർ ഫിസിക്സ് വാല ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബൈജൂസ് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി ഇന്ത്യയിൽ വന്ന് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും സ്ട്രെസ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ലെറ്റ്സ് സേ ബൈജു ആവട്ടെ, ഫിസിക്സ് വാല ആവട്ടെ, അവർക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് പ്രയോറിറ്റീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫിസിക്സ് വാലിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് നീറ്റ് ജെഇയാണ് അൾട്ടിമേറ്റ് അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജെഇക്ക് ആദ്യത്തെ 10 റാങ്ക് മേടിക്കുക എന്നുള്ളത്, ഇന്ത്യയിലെ ടോപ്പ് 10 റാങ്ക്സ് അവരുടെ സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന് പറയുന്ന പ്രയോറിറ്റിയെക്കാളും ഒരു പ്രയോറിറ്റി അവർക്ക് വരുന്നില്ല, ഒരു വിഷനും അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അതിൽ ഒരു കാര്യം മാത്രമായിരിക്കും മേ ബി പേഴ്സണലൈസ്ഡ് ലെസൺസ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് കെയർ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇന്റർവെൽ എന്ന് പറയുന്ന എൻ്റെ കമ്പനി, ഞങ്ങൾ ഇതിൽ ഒബ്സസ്ഡ് ആണ്, ഈ ഒരു പ്രോബ്ലത്തിൽ. അതായത് എല്ലാ കുട്ടികൾക്കും പേഴ്സണൽ കെയർ കിട്ടണം, പേഴ്സണൽ അറ്റൻഷൻ കിട്ടണം, അതുമൂലം അവരുടെ ഫൗണ്ടേഷൻ അടിപൊളിയാക്കണം എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ ഒബ്സസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നതിനേക്കാളും 10x ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിനെ കുറിച്ചും ഇതിന്റെ സൊല്യൂഷനെ കുറിച്ചും ഇതിന്റെ ഗ്രോത്തിനെ കുറിച്ചും ഇതിന്റെ സ്കെയിലബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ടായിരുന്നു ഞാൻ ജസ്റ്റിഫൈ ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാറ്റർ ചെയ്തിരുന്ന മാർക്കറ്റ്, ഇപ്പോൾ ഫിസിക്സ് വാല ആവട്ടെ അല്ലെങ്കിൽ ബൈജൂസ് ആവട്ടെ, ഇന്ത്യയിലെ 90% എഡ്ടെക് പ്ലേയേഴ്സും അവർ ഈതർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ലാൻഡ്സ്കേപ്പിലാണ് അല്ലെങ്കിൽ അപ്സ്കില്ലിംഗ് ലാൻഡ്സ്കേപ്പിലാണ്. അവിടെ നിന്ന് അവർ കംപ്ലീറ്റ്ലി പുതിയൊരു മാർക്കറ്റ് ആയിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന റിസ്കുകൾക്കും അതേ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്കുള്ള അൺഫെയർ അഡ്വാൻറ്റേജ് അതായിരുന്നു നമ്മൾ അവിടെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത്. അതൊരു പരിധി വരെ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കൊടുക്കുന്നത്. അത് അഗെയിൻ വേഗാവരുത്, ഷാർപ്പായിരിക്കണം, ക്രിസ്പായിരിക്കണം. ആ ഒരു പെർട്ടിക്കുലർ ആൻസർ അത് ഇൻവെസ്റ്റർക്ക് ഒരു ഹ്യൂജ് കോൺഫിഡൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അടുത്തത് വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് എല്ലാ ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമൊന്നുമല്ല, പക്ഷേ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അധിക ഫൗണ്ടേഴ്സും ഇതിനൊരു റോങ് ആൻസർ അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിൽ ആൻസർ കൊടുക്കാൻ കൂടുതൽ പ്രൊബബിലിറ്റി ഉള്ള ഒരു ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത്. ആ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ കില്ല് ചെയ്യുന്ന ആ ഒരു കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ജനറിക് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഒരു വെയ്ഗ് ചോദ്യമാണ്. കുറച്ച് വൈഡർ പേഴ്സ്പെക്റ്റീവിൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അങ്ങനെ ഒരു ചാലഞ്ച് ഇല്ല എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ അവിടെ മുന്നോട്ട് വെക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് ഇൻഡെപ്റ്റ് നോളജ് ഇല്ല എന്നുള്ളതാണ്. ആ വിഷയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ബിസിനസ് മോഡലിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ചോ ഇൻഡെപ്റ്റ് നോളജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഒരു ഫൗണ്ടർ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ പറയുന്നത് എന്ന് ഇൻവെസ്റ്റർ ചിന്തിച്ചേക്കാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ആൻസർ പറയരുത്. പകരം ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ പറയാം. അതായത് നിങ്ങൾ എപ്പോഴും ഇത് നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്ററിലേക്ക് മാപ്പ് ചെയ്യാം. ഇപ്പം ലെറ്റ്സ് സേ ഇന്റർവെല്ലിന്റെ കേസ് തന്നെ എടുക്കാം. ഇന്റർവെല്ലിനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, അതായത് ബൈജൂസ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഫിസിക്സ് വാല എന്ന് പറയുന്ന കമ്പനി ഇന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു കോമ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റിസ്കിന് ഞാൻ ഇങ്ങനെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെന്ത് ചെയ്യുക, ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റുക. നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് നോളജ് ഉണ്ട് എന്നുള്ളതും ഇത് നിങ്ങളുടെ റഡാറിലുള്ള ഒരു റിസ്ക്കാണ്, ആ റിസ്കിന് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പൊട്ടൻഷ്യൽ റിസ്കുകളും നിങ്ങൾ ഓൾറെഡി അഡ്രസ്സ് ചെയ്തൊരു ടീമാണ് നിങ്ങളുടെ കോഫൗണ്ടിങ് ടീം എന്ന് പറയുന്ന കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ പറയുമ്പോൾ നിങ്ങളൊരു കോമ്പറ്റീറ്ററെ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്ററെ, ഫ്യൂച്ചറിൽ നാളെ നിങ്ങൾക്ക് കോമ്പറ്റീറ്റർ ആവാൻ സാധ്യതയുള്ള ഒരാളെ മാപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഒരു അടിപൊളി ആൻസർ ആക്കി മാറ്റാൻ പറ്റും. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ്. അതായത് ഹു ആർ യുവർ കസ്റ്റമേഴ്സ് ഓർ ഹൗ ആർ യു ഗോയിങ് ടു മൾട്ടിപ്ലൈ യുവർ കസ്റ്റമേഴ്സ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി അഗെയിൻ കുറച്ച് വൈഡർ പേഴ്സ്പെക്റ്റീവിലാണ് ഇൻവെസ്റ്റർ ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ച്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച്, നിങ്ങളുടെ ഗ്രോത്ത് എൻജിനെ കുറിച്ച് നോളജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കസ്റ്റമേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും അവിടെ ബ്ലഫ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതായത്
ഏർലി സ്റ്റേജിൽ ഇറ്റ് ഈസ് വെരി കോമൺ ടു ഹാവ് വെരി ലെസ് നോളജ് അബൌട്ട് മാർക്കറ്റ്. അതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ചും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചും നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല. അത് ആർക്കും അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഓരോ മാർക്കറ്റിനെ കുറിച്ചും ഓരോ കസ്റ്റമേഴ്സിനെ കുറിച്ചും. അത് നമ്മൾ ബിസിനസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മാർക്കറ്റും കസ്റ്റമേഴ്സിനെയും അവരുടെ ചിന്താഗതി സൈക്കോളജി ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പം അത് നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറയേണ്ടത് എപ്പോഴും നിങ്ങൾക്ക് ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അതിൽ X% ഞങ്ങൾ ഓൾറെഡി ലവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ഇഷ്ടം ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിലൂടെയാണ് മനസ്സിലായത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അത് നിങ്ങൾക്ക് ആസ് എ ഫൗണ്ടർ മേ ബി നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം. അതായത് എൻ്റെ കസ്റ്റമേഴ്സ് ആരാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് ഓൾറെഡി ഒരു 1000 പേര് എനിക്കുണ്ട്, ഈ 1000 പേര് എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല, സംഹൗ ഐ മാനേജ് ടു ക്രാക്ക് ഇറ്റ്. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് നിൽക്കുന്ന ഫൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഫ് ചെയ്യാതിരിക്കുക. എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇപ്പം ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അത് ABC ഇങ്ങനെ 3 ചാനലിലൂടെയാണ് ഞങ്ങൾക്ക് വന്നത്, അതിൽ ഓരോ ചാനലും എങ്ങനെ ഞങ്ങൾ ക്രാക്ക് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല, വി ആർ സ്റ്റിൽ ഫിഗറിങ് ഇറ്റ് ഔട്ട്. എന്നിട്ട് ABCയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് അതിൽ കൂടുതൽ ടെസ്റ്റുകൾ എക്സ്പെരിമെന്റ്സ് നടത്താനും വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. ആ പ്ലാനിലേക്കാണ് ഞങ്ങളിപ്പോൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഈ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ABCന്റെ ഈ 3 ഗ്രോത്ത് ഫണൽസിൽ ഞങ്ങൾ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ ഞങ്ങൾ ഇത്ര X ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അതിനെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആൻഡ് അതിനെ കുറച്ചും കൂടെ ഒതന്റിക് ആക്കുക. അപ്പം ഇവിടെ ഫണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ ചില ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങളുടെ ക്ലാരിറ്റി ആയിരിക്കില്ല, മേ ബി നിങ്ങളുടെ ഒതന്റിസിറ്റി ആയിരിക്കും അവിടുത്തെ ഫണ്ടബിലിറ്റി. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ ഒതന്റിക് ആവുക, ബ്ലഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സിന് ഈ പറഞ്ഞ എല്ലാ മാർക്കറ്റിനെ കുറിച്ചും ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനെ കുറിച്ചും അവരുടെ സൈക്കോളജിയെ കുറിച്ചൊക്കെ ഉള്ള 100% നോളജ് ഉണ്ടാവും. അപ്പം അവിടെ പോയിട്ട് നമ്മൾ ബ്ലഫ് ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒതന്റിസിറ്റിയെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയും അത് ഫ്യൂച്ചർ റിസ്കുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ഒരു KPI റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. KPI എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, അത് കേക്കാണ്. കേക്ക് എന്ന് പറയുന്നത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. അപ്പൊ കേക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആണ് എന്നുള്ളത് ഇന്ന് എല്ലാ ഫൗണ്ടേഴ്സിനും അറിയാം. ഇത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാ ചാനലുകളിലും എല്ലാ ഡിസ്കഷൻസിലും എല്ലാ പാനൽ കോൺവെർസേഷൻസിലും വരെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യമാണ് കേക്ക്. അപ്പൊ കേക്ക് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ആൻസർ പറയും 1200. അത് ആക്ച്വലി അങ്ങനെ ആൻസർ പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല കേക്ക് എന്ന് പറയുന്നത്. കാരണം കേക്ക് ഒരിക്കലും നമുക്കൊരു സിംഗിൾ നമ്പർ അല്ലെങ്കിൽ ഒരു സിംഗിൾ എമൗണ്ട് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഏത് കമ്പനി എടുത്തു കഴിഞ്ഞാലും എന്ത് ബിസിനസ് മോഡൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഓരോ ഗ്രോത്ത് ഫണ്ടലിലും സെപ്പറേറ്റ് കേക്കുകൾ ഉണ്ടാവും. അപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റർ പിച്ചിൽ പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബ്ലെൻഡഡ് കേക്ക് പറയരുത്. ഈ ബ്ലെൻഡഡ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് നിങ്ങൾക്ക് 2 ഗ്രോത്ത് എഞ്ചിൻ ഉണ്ട്. ഒന്ന് റെഫറൽ മാർക്കറ്റിംഗ് ആണ്, നിങ്ങൾ റെഫറൽസ് ത്രൂ എടുക്കുന്നു. 3 ഉണ്ട്. ഒന്ന് റെഫറൽസ് ത്രൂ എടുക്കുന്നു, 2 ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ത്രൂ എടുക്കുന്നു, 3 മെറ്റാ മാർക്കറ്റിംഗ് വഴി എടുക്കുന്നു. അപ്പോൾ ഈ 3 ഫണൽസ് ത്രൂ നിങ്ങൾ ലീഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സെയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് 500 രൂപയാണ് നിങ്ങളുടെ റെഫറൽസ് ത്രൂ എടുക്കുമ്പോൾ നിങ്ങളുടെ കോസ്റ്റ്, 1000 രൂപയാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ കോസ്റ്റ്, 1500 രൂപയാണ് നിങ്ങളുടെ മെറ്റാ മാർക്കറ്റിംഗിൽ നിങ്ങൾ പെർ കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റ്. ഞാൻ ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ല പറയുന്നത്, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആണ്. അപ്പൊ 3ലും 500, 1000, 1500 ആണ്. അപ്പൊ ഇതിൽ മേ ബി ഒരു ബ്ലെൻഡഡ് കാക്ക് എന്ന് പറയുന്നത് മേ ബി ഒരു 1100 ആയിരിക്കും, അല്ലെങ്കിൽ 1000 ആയിരിക്കും, അല്ലെങ്കിൽ 1200 ഒക്കെ ആയിരിക്കാം ബ്ലെൻഡഡ് കാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു മൊത്തത്തിലുള്ള ആവറേജ് ആനുപാതികമായിട്ട് എടുക്കുമ്പോൾ. അപ്പൊ ആനുപാതികമായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും എടുക്കുന്നുണ്ടാവുക? ഈ 3 മാർക്കറ്റിംഗ് ഫണ്ടലിലും കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊത്തം മാർക്കറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ മൊത്തം ന്യൂ കസ്റ്റമേഴ്സ്. ഇതായിരിക്കാം നിങ്ങളുടെ ബ്ലെൻഡഡ് കാക്ക് നിങ്ങൾ 1200 എന്ന് എടുത്തുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ പോയിട്ട് ബ്ലെൻഡഡ് കാക്ക് പറയരുത്. നിങ്ങൾ 3 ഫണ്ടൽ ത്രൂ ആണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 ഫണ്ടൽസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് പറയുകയും എന്നിട്ട് ഈ കാക്കിന്റെ നാളത്തെ ഫ്യൂച്ചർ എന്താണെന്ന് പറയുന്നിടത്ത് ലെറ്റ്സ് സേ ഞങ്ങൾ 2x ഡബിൾ ഡൗൺ ചെയ്യുകയും മെറ്റാ മാർക്കറ്റിംഗ് ഞങ്ങൾ നേരോ ഡൗൺ ചെയ്യുകയും ചെയ്യും ഇത്ര പെർസെൻറ്റേജ്. അപ്പോൾ അതിലൂടെ കാക്ക് 1200 ഉള്ളത് ഞങ്ങൾക്ക് 800 അല്ലെങ്കിൽ 700ലേക്ക് കുറക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കിന്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബ്ലെൻഡഡ് കാക്ക് ആദ്യം പറയരുത്. ഈ ബ്ലെൻഡഡ് കാക്ക് മാത്രം പറഞ്ഞ് നിർത്തുമ്പം ശരിക്ക് ഇൻവെസ്റ്റർക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് എഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഗ്രോത്ത് എഞ്ചിനെ കുറിച്ച് ഫൗണ്ടറിന് വലിയ നോളജ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. ഇനി കാക്കിന്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു KPI ആണ് ആക്ച്വലി പേ ബാക്ക്, കാക്ക് പേ ബാക്ക് പീരീഡ്. അതായത് നിങ്ങൾ 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ ഒരു ഫണ്ടലിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് എത്ര സമയം കൊണ്ടാണ് ആ കസ്റ്റമറിൽ നിന്നും നിങ്ങൾക്ക് കമ്പനിയിലേക്ക് തിരിച്ചു വരുന്നത്, അതാണ് കാക്ക് പേ ബാക്ക് പീരീഡ്. ഇത് ഓരോ ഇൻഡസ്ട്രിക്കും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ മോസ്റ്റ്ലി ഒരു 6 months, EdTechലൊക്കെ 6 months അല്ലെങ്കിൽ 3 months കൊണ്ട് കാക്ക് പേ ബാക്ക് പീരീഡ്
തിരിച്ച് കിട്ടുന്ന കമ്പനികളുണ്ട്. അത് ചില കമ്പനികളിൽ 12 മന്ത്സ് വരെയൊക്കെ പോകാറുണ്ട്. ചില B2B SaaSിലൊക്കെ അത് 18 മന്ത്സ് 24 മന്ത്സ് ഒക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ആ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ നിന്നും CAC പേ ബാക്ക് പീരീഡ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ഒരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ CAC പേ ബാക്ക് പീരീഡിനെ കുറിച്ചുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ ആ നിങ്ങൾക്കുള്ള നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു CAC പേ ബാക്ക് പീരീഡിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണം. അതായത് ഇന്ന് ഞങ്ങൾക്ക് ഇതാണ് പീരീഡ്, നാളെ അത് ഇത്ര ആയിരിക്കും ഞങ്ങൾക്ക് കുറക്കാൻ പറ്റും, ഇന്ന സ്ട്രാറ്റജിയിലൂടെ എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇൻവെസ്റ്ററിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമല്ല, ഇത് ഈ ഇടയായിട്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് റിഗാർഡിങ് യുവർ റവന്യൂ. അപ്പോൾ റവന്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾ ചിന്തിക്കുക ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്നത് ARR MRR ആണെന്നുള്ളത്, അതായത് ആനുവൽ റിക്കറിംഗ് റവന്യൂ, മന്ത്ലി റിക്കറിംഗ് റവന്യൂ ആണെന്നുള്ളത്. എന്നാൽ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു റവന്യൂ മെട്രിക്സ് ആണ് ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് NRR ആണ്, നെറ്റ് റവന്യൂ റിട്ടൻഷൻ. അപ്പോൾ എന്താണ് NRR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NRR ഈസ് ആക്ച്വലി ദ റവന്യൂ യു ഹാവ് റീറ്റെയിൻഡ് ഓർ എക്സ്പാൻഡഡ് ഫ്രം ദി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. അതിനെയാണ് നമ്മൾ NRR അല്ലെങ്കിൽ നെറ്റ് റവന്യൂ റിട്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ട്, ആ കസ്റ്റമർ ബേസിൽ നിന്നും നിങ്ങൾ എത്ര റവന്യൂ റീറ്റെയിൻ ചെയ്തു. ഇപ്പം ലെറ്റ്സ് നിങ്ങൾ 10 കസ്റ്റമേഴ്സിൽ നിന്ന് 1 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ വർഷം നിങ്ങൾക്ക് വന്നത്. ആ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും ഇതേ 10 കസ്റ്റമേഴ്സിൽ നിന്ന് നിങ്ങൾ എത്ര റവന്യൂ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ 1 ലക്ഷം തന്നെയാണ് റവന്യൂ ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ദർ ഈസ് 100% റിട്ടൻഷൻ, വിച്ച് ഈസ് ഗ്രേറ്റ്. മേ ബി ചില കേസിൽ നിങ്ങൾ 1,20,000 ജനറേറ്റ് ചെയ്തേക്കാം. ചിലപ്പോൾ ആഡ് ഓൺസ് ആയിരിക്കാം, ചിലപ്പം കൂടുതൽ ക്രോസ് സെല്ലിങ്ങുകൾ നടന്നേക്കാം. അത്തരത്തിൽ 1,20,000 വന്നു കഴിഞ്ഞാൽ 120% ദാറ്റ് ഈസ് അഗെയിൻ സൂപ്പർ അടിപൊളി എന്ന് പറയാം. പക്ഷെ ദർ ആർ സം കേസസ്, ഈ 10 കസ്റ്റമേഴ്സിൽ നിങ്ങൾക്കൊരു 8 കസ്റ്റമേഴ്സ് റീറ്റെയിൻ ആയി, 2 കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ 1 lakh ഉള്ളത് 80,000 ആയി. അതിൽ ചില കസ്റ്റമേഴ്സ് തന്നെ അവരുടെ ബിൽ സൈസ് അല്ലെങ്കിൽ അവരുടെ AOV കുറച്ചു. അപ്പം മേ ബി ഒരു 75,000 അല്ലെങ്കിൽ 60,000 ആയി. അപ്പോൾ അവിടെ നെറ്റ് റവന്യൂ റിട്ടൻഷൻ എന്ന് പറയുന്നത് 60% ആണ്. അപ്പോൾ അഗൈൻ ഇതിനും ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ബട്ട് NRRനെ കുറിച്ച് നിങ്ങൾക്കൊരു നോളജ് വേണം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. അപ്പോൾ നിങ്ങൾ MRR ARR ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലും നിങ്ങളുടെ നെറ്റ് റവന്യൂ റിട്ടൻഷൻ NRR എത്രയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നോളജോട് കൂടി മാത്രം ഇൻവെസ്റ്റേഴ്സിന് മുന്നിലോട്ട് പോവാം. ആക്ച്വലി ഇത് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 4-5 ഇയേഴ്സിൽ സംഭവിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്സിന് സംഭവിച്ചിട്ടുള്ള ഫെയിലിയേഴ്സ് തന്നെയാണ് ഇതിൻ്റെ റീസൺ. അതായത് നമ്മൾ MRR നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മന്ത്ലി റിക്കറിംഗ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആനുവൽ റിക്കറിംഗ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അതിൽ ഗ്രോത്ത് ആയിരിക്കും. ഇപ്പം എസ്പെഷ്യലി എട്ടെക്സ് തന്നെ എടുക്കുക, എട്ടെക്സ് അല്ലെങ്കിൽ D2C ബ്രാൻഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ റവന്യൂ എപ്പോഴും 100% ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ഇയർ 10 crore ആയിരിക്കും, നെക്സ്റ്റ് ഇയർ 20 crore ആയിരിക്കും, നെക്സ്റ്റ് ഇയർ 40 crore ആയിരിക്കും. അപ്പോൾ അതിൽ ഗ്രോത്ത് റേറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് എപ്പോഴും 100% അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അതെപ്പോഴും എന്തായിരിക്കും, ഫണ്ട് റേസ് ചെയ്തിട്ട് ഹെവിലി മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മേ ബി പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ ലോസ് ഇങ്ങനെ കൂടി പോകുന്നുണ്ടാവും. ബട്ട് അതേപോലെ തന്നെ മന്ത്ലി റിക്കറിംഗ് റവന്യൂവും അതേപോലെ ARR ഒക്കെ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പൊ അതിൽ അവർക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ലവ് ടുവാർഡ്സ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒബ്സഷൻ ഒന്നുമില്ല. ഒബ്സഷൻ ഉണ്ടെങ്കിൽ വൺസ് അതിന്റെ യൂസർ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ അത് വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആക്ച്വലി ഓർഗാനിക്കലി ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറും കൂടിയാണ് ഇപ്പോൾ NRR. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും NRRലേക്കും കൂടെ നോക്കുന്നത്, ഈ റവന്യൂ റിട്ടൻഷനിലേക്കും കൂടെ നോക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ നെറ്റ് റവന്യൂ റിട്ടൻഷൻ എന്താണ്, അത് ക്വാർട്ടർലി എന്താണ്, അത് ഇയർലി എന്താണെന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നോളജ് നിങ്ങളുടെ പക്കൽ വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് ഗ്രോസ് മാർജിൻ ആയിരിക്കും. ഇതൊരു മാൻഡേറ്ററി ചോദ്യമാണ്, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ പിച്ചിലും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ഗ്രോസ് മാർജിൻ എത്രയാണുള്ളത്. അപ്പോൾ ഗ്രോസ് മാർജിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രോസ് മാർജിൻ ആണ് ആക്ച്വലി നിങ്ങളുടെ സ്കെയിലബിലിറ്റിയെയും നിങ്ങളുടെ സസ്റ്റൈനബിലിറ്റിയെയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ. ഇന്റർവെല്ലിൽ വൺസ് കുറേ ഇൻവെസ്റ്റേഴ്സ് റിജക്ട് ചെയ്തതിൻ്റെ ഒരു റീസൺ എപ്പോഴും അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആയിരുന്നു. നമുക്കൊരു 35 to 40% ഒക്കെ ആയിരുന്നു ഗ്രോസ് മാർജിൻ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് പല സ്ട്രാറ്റജീസ് മുഖാന്തരം, ഇതും ഞാനൊരു വീഡിയോയിൽ വളരെ ഇൻഡെപ്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, നമ്മൾ അതിനെ 68% വരെയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എട്ടെക്കിൽ 68% ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേറ്റ് ആക്ച്വലി.
അപ്പം നിങ്ങളുടെ കമ്പനിയിൽ ഈ ഗ്രോസ് മാർജിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കാരണം ഗ്രോസ് മാർജിൻ ആണ് നിങ്ങൾ എത്ര കമ്പനിയുടെ ഗ്രോത്തിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ. ഇപ്പം നിങ്ങളുടെ കമ്പനിക്ക് 80% ഗ്രോസ് മാർജിൻ ഉണ്ടെങ്കിൽ ആക്ച്വലി ഈ 80% നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുക. മറിച്ച് അത് 20% ആണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദർ ഇസ് ലിറ്ററലി നോ എമൗണ്ട് ഓഫ് മണി ദാറ്റ് യു ക്യാൻ റീഇൻവെസ്റ്റ് ഇൻ ടു ദി ക്യാപിറ്റൽ അല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ഇൻ ടു ദി കമ്പനീസ് ഗ്രോത്ത് എന്നുള്ളതല്ല. നിങ്ങൾ എപ്പോഴും ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായി മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രോസ് മാർജിനും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായി തോന്നാം, ഒരു ഫാൻസി ക്വസ്റ്റ്യനായി ചോദിക്കാം, ഫാൻസി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം. പക്ഷേ ആക്ച്വലി ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ചോദ്യമാണ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ ഇൻവെസ്റ്റർ നിങ്ങളോട് പറയാണ് നിങ്ങൾ 1 crore ആക്ച്വലി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ 4 കോടി ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫണ്ട് യൂട്ടിലൈസേഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കും. ഇത് ആക്ച്വലി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫണ്ണായി തോന്നാം. ബട്ട് ദിസ് ഈസ് ആക്ച്വലി എ ട്രാപ്പ്. ഇതൊരു ട്രാപ്പ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ഫൗണ്ടറുടെ അവരുടെ സ്ട്രാറ്റജിക് വിഷൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് അല്ലെങ്കിൽ ഒരു ട്രാപ്പാണ് ആക്ച്വലി ഈ ഒരു ചോദ്യം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആൻസർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് വേണ്ട എന്നങ്ങ് പറഞ്ഞോളൂ, അതായിരിക്കണം നിങ്ങളുടെ ആൻസർ. നിങ്ങൾ ആ ഫണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആ ഫണ്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അതിനെ വളരെ ബുദ്ധിപൂർവ്വം വേണം റിജക്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് ഞങ്ങൾ ഇപ്പം ആ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ഫണ്ട് ഞങ്ങൾ ഇപ്പം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ കുറയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ വേണമെങ്കിൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാല്യൂസ് ഞങ്ങൾക്ക് അതുപോലെ സ്ട്രോങ് ആയിട്ട് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രാറ്റജിക് റീസൺസ് മൂലം വേണം നിങ്ങൾ അത് റിജക്ട് ചെയ്യാൻ. ഇനി നിങ്ങൾ ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ സ്ട്രാറ്റജിക്കലി നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് കൊടുക്കുന്നത് കാശ് ആവശ്യമുള്ളവർക്കല്ല. അതായത് ഫണ്ട് ആവശ്യമുള്ളവർക്കല്ല ആക്ച്വലി ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതെപ്പോഴും ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നോളജ്, വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളവർക്കാണ്. അതായത് ഈ ഫണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി എവിടെ നിന്ന് എവിടേക്ക് പോകും, അതായത് ഈ ഫണ്ടിനേക്കാളും 10 ഇരട്ടി ഫണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്ക് പോകും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള നോളജും വ്യക്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളവർക്കാണ് എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ചെയ്യുക. നൗ ദ 10th and final question. It is actually the deepest question among this video. അത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യമാണ്. ഇതിന് നിങ്ങൾ ആൻസർ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ പറയാൻ. ബിക്കോസ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഡീപ്പ് ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് നെവർ അബൌട്ട് യുവർ ബിസിനസ്, ഇറ്റ്സ് അബൌട്ട് യുവർ സോൾ. ഒരു ഫൗണ്ടറിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിന്റെ സോൾ അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിന്റെ വിൽ പവർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജെന്യുവിനിറ്റിയും നിങ്ങളുടെ വിൽ പവറും നിങ്ങളുടെ പാഷനും നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഡെസ്പറേറ്റ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞ നിങ്ങളുടെ ജെന്യുവിനിറ്റിയും നിങ്ങളുടെ വിൽ പവറും നിങ്ങളുടെ ഹാർഡ് വർക്കിംഗ് നിങ്ങളുടെ പാഷനും ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേ ചെയ്യാൻ പറ്റില്ല. ദസ് റിസൾട്ടിങ് ഇൻ ഫെയിലിയർ ഓഫ് ഗെറ്റിംഗ് എ ഫണ്ട്. അതാണ് സംഭവിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീപ്പ് ക്വസ്റ്റ്യൻസിനെ കണ്ടിട്ട് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിലുള്ള പ്ലാൻ ബി എന്തായിരിക്കും എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതിനും ഒരു സക്സസ് റേറ്റ് അല്ലെങ്കിൽ അതിനും ഒരു ലൈക്കബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള, എന്നാൽ നിങ്ങൾ മുന്നിൽ പതറിപ്പോവാൻ സാധ്യതയുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ 10 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ മോശമായിട്ടൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ മുന്നിൽ നിങ്ങൾ പതറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരൊറ്റ റീസൺ മതി നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും പെർഫോം ചെയ്യാനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടാവരുത് പോകുന്നത്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഷാർക്ക് ടാങ്കിൻ്റെയും അതുപോലുള്ള റിയാലിറ്റി ഷോസും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് സ്റ്റോറി ടെല്ലിംഗ് ആണ്, സ്റ്റോറി ടെല്ലിങ്ങിന് അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു പെർഫോമൻസ് അല്ല. മേ ബി ഈ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കടക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് മേ ബി നിങ്ങൾ വെരി ഏർലി സ്റ്റേജ് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു VC ഫേമിൻ്റെ ഒരു ഫേസ്റ്റ് ലെവൽ എംപ്ലോയി ഒക്കെ ആയിട്ടാണ് പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഈ പെർഫോമൻസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഷാർക്ക് ടാങ്ക് പോലത്തെ അല്ലെങ്കിൽ എലവേറ്റ് ഒക്കെ പോലത്തെ ഏതെങ്കിലും റിയാലിറ്റി ഷോൻ്റെ സെലക്ഷന് പോയാൽ മേ ബി നിങ്ങൾക്ക് പെർഫോമൻസ് ഒക്കെ നിങ്ങളെ
ഒരു 1-2 റൗണ്ടൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ആവശ്യം ഫണ്ട് റേസ് ചെയ്യുക, ചെക്ക് ലഭിക്കുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരിക്കലും ഇതിനൊരു പെർഫോമൻസ് ആയിട്ട് കാണരുത്. ഇതിനൊരു എക്സാമിനേഷൻ ആയിട്ട്, ഇതിനൊരു ഇൻട്രഗേഷൻ ആയിട്ട് തന്നെ കാണാം. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻവെസ്റ്റേഴ്സ് ആരും തന്നെ നിങ്ങൾക്ക് ഫണ്ട് തരാതിരിക്കാനും വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അവർ നിങ്ങളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങളെ ട്രിക്ക് ചെയ്യാനോ, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനോ, നിങ്ങളെ സ്ട്രെസ് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നുമല്ല. അവർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു യെസ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ട്രിക്കി ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദി ഫൗണ്ടേഴ്സ് ഹു ഗെറ്റ് ഫണ്ടഡ് are not the smartest one, or those are not the persons with the best product or best company. Those are the persons who are good storytellers. Those are the persons who sat and prepared for the pitch. ആ പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി നിങ്ങളുടെ വിന്നബിലിറ്റി, നിങ്ങളുടെ ഫണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യേണ്ടത്, ഇന്ന് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 10 ചോദ്യങ്ങളും, ആ 10 ചോദ്യങ്ങൾക്കും നിങ്ങൾക്കുള്ള ബെസ്റ്റ് ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിന് ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമല്ല, അത് നിങ്ങളുടെ കമ്പനി ബിൽഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്കെയിൽ ചെയ്യുന്നതിൽ ഈ ക്ലാരിറ്റി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ 10 ചോദ്യങ്ങളും ഒരു പേപ്പറിൽ റൈറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ആ ക്ലാരിറ്റി നിങ്ങളെ ഫണ്ട് റേസ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കും. സോ സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.